ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം നല്ല അടിപൊളി പ്രൊഡക്ട്സ് ആണ്. വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ആദ്യത്തെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു ടീ കപ്പിൻ്റെ സെറ്റാണ്. 150 ml കപ്പാസിറ്റി വരുന്ന രണ്ട് കുഞ്ഞു കപ്പാണ് വരുന്നത്. അപ്പോൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫുൾ ഗ്ലാസ്സിൽ വരുന്ന ടീ കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 168 റുപ്പീസാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് കപ്സാണ് കേട്ടോ, ചായക്കൊക്കെ പറ്റിയ കപ്പാണ്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഒട്ടും സമയങ്ങളത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇതുപോലെയാണ് പാക്കേജിങ് വന്നിട്ടുള്ളത്. അതിനകത്ത് ബോക്സിനകത്തും ഇതുപോലെ ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കോഫി കപ്പാണ്. അപ്പോൾ ഇതിൽ ഡബിൾ വാളാണ് കൊടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയും. പുറത്തുള്ള സ്പേസിൽ ഇതുപോലെ ഡ്രൈഡ് ഫ്ലവേഴ്സാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 268 റുപ്പീസാണ്. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഫുൾ ഗ്ലാസ് ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ മിക്കവരും യൂസ് മാത്രമല്ല നോക്കുന്നത്, എസ്തെറ്റിക് ആണോ എന്നുള്ളത് കൂടി നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കോഫി കപ്പാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു പാത്രമാണ് കേട്ടോ. നമുക്കിത് ഡയറക്റ്റായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1-2 പേർക്ക് ചായയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ പാത്രം നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് 780 ml ആണ് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ തന്നെ 250 ml, 360 ml, 480 ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 261 റുപ്പീസാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്ക്രൂവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് അസംബിൾ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയ്റ്റിലാണ് കേട്ടോ ഇതിൻ്റെ പാത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്ലെയിമിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. മെറ്റീരിയൽ വരുന്നത് വുഡാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 167 റുപ്പീസാണ്. ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. നമുക്ക് സ്പൂണും ഫോർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്കമിങ് വീക്സിൽ നമ്മുടെ ഒരുപാട് മീഷോ ഹോൾ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.